ഇറാന്റെ പരമോന്നത നേതാവ് മൊസ്തഫ ഖമനേയി ജീവനോടെ ഉണ്ടോ എന്ന ചർച്ച കുറേ നാളുകളായി യുദ്ധം ആരംഭിച്ച സമയം മുതൽ ലോകത്തിന് മുന്നിലുണ്ട്. മൊസ്തഫയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന കാര്യം ഇറാൻ സമ്മതിച്ചിട്ടുണ്ട്. മൊസ്തഫ റഷ്യയിൽ ചികിത്സയിലാണ് എന്ന വിവരങ്ങൾ ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. പക്ഷേ ഇത് ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഒരു ചിത്രം അത് വല്ലാതെ പരക്കുകയാണ്. മറ്റൊന്നുമല്ല, വടക്കുകിഴക്കൻ ഇറാനിലെ മഷ്ഹാദിൽ പുതുതായി അനാവരണം ചെയ്യപ്പെട്ട US ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ മൊസ്തഫയുടെ ചിത്രം കൂടി ഉൾപ്പെട്ടതാണ് അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ അനാവരണ ചടങ്ങിൽ IRGCയുടെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഫെബ്രുവരി 28 മുതൽ യുദ്ധം ആരംഭിച്ച മുതൽ അയത്തുള്ള ഖൊമേനി കൊല്ലപ്പെട്ട അതേ ആക്രമണത്തിൽ മൊസ്തഫയ്ക്കും കാര്യമായി പരിക്കേറ്റു എന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അജയ് സുധാ ബിജു, ഈ മൊസ്തഫ എവിടെ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അജ്ഞാതമാണ്. ചില സന്ദേശങ്ങൾ മാത്രമാണ്, എഴുതി തയ്യാറാക്കിയ സന്ദേശങ്ങൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. വീഡിയോ ദൃശ്യങ്ങളിലൂടെ മൊസ്തഫയെ കാണുക എന്നുള്ളത് അസാധ്യമാണ്. ഇതിനിടയിലാണ് IRGC കൂടി പങ്കെടുത്ത ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്ത ഒരു ചടങ്ങിൽ ഒരു രക്തസാക്ഷി പരിവേഷത്തോടു കൂടി മൊസ്തഫയുടെ പടം ഇടം പിടിച്ചിരിക്കുന്നത്. ഇതിൽ ചില പുതിയ കാര്യങ്ങൾ ഉണ്ടല്ലോ അജയ്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇറാനിൽ IRGC ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്ത ഒരു ചടങ്ങിലാണ് മൊസ്തഫയെ രക്തസാക്ഷികളുടെ ഇടയിൽ മൊസ്തഫയുടെ ചിത്രം കൂടി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് ഇറാനിൽ ഇടയാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മൊസ്തഫ കൊല്ലപ്പെട്ടോ എന്ന വിഷയം ലോകരാജ്യങ്ങളിലെമ്പാടും ചർച്ച നടക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മൊസ്തഫയുമായി ബന്ധപ്പെട്ട് വീഡിയോ ദൃശ്യങ്ങളോ പ്രഭാഷണങ്ങളോ സംഭാഷണങ്ങളോ ഒന്നും കഴിഞ്ഞ 10-60 ദിവസമായി പുറത്തേക്ക് വരുന്നില്ല. അതിഗുരുതരമായി പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ മൊസ്തഫ ചികിത്സയിലാണ് എന്ന് മാത്രമാണ് പുറത്തു നൽകുന്ന വിവരം. പക്ഷേ ഇപ്പോൾ ഇറാന്റെ ഈ പരമോന്നത നേതാവും കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അജയ്, കേൾക്കാമെങ്കിൽ? ഇത്തരത്തിലൊരു ഈ ചിത്രം പുറത്തു വന്നതിനെ പറ്റി ഇറാൻ പുതിയ വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല. ഈയൊരു ഇത് പ്രത്യേകിച്ച് ഒരു ടെക്നിക്കൽ പിഴവാകാനാണ് സാധ്യത എന്നതാണ് പല വിദഗ്ധരും സൂചിപ്പിക്കുന്നത്. കാര്യം ഈ മുജ്തബ ഖമനയുടെ ഭാഗത്തു നിന്നുള്ള നിരവധി നിർദ്ദേശങ്ങളെന്നോണം ഇതിനു മുൻപേ ചാനലുകൾ വഴി പല സ്റ്റേറ്റ്മെൻറ്റുകളാണെങ്കിലും ഇറാൻ പുറത്തുവിട്ടിട്ടുള്ളതാണ്. മാത്രമല്ല, ഇറാൻ്റെ നിലവിലുള്ള നിലപാടുകളിലെ പല മാറ്റങ്ങളും മുജ്തബ ഖമനയുടെ സ്വാധീനം കാരണമാണ് എന്നതാണ് പല വിദഗ്ധരും സൂചിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ച് IRGC ഉൾപ്പെടെ ഭരണത്തിൽ പ്രത്യേക നിയന്ത്രണം കൊടുത്തുകൊണ്ടുള്ള ഈ തീരുമാനമെല്ലാം അത് മുജ്തബയുടെ നിർദ്ദേശം കാരണമാകാം. പ്രത്യേകിച്ച് മുജ്തബ മുൻപ് IRGCയുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവാണ്. ഇതിനു മുൻപേ ഇറാഖ് യുദ്ധം നടന്ന ഭാഗത്ത് നിന്ന് സമയത്തെല്ലാം IRGCയെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ IRGCക്ക് നിലവിൽ ഭരണത്തിൽ വന്നിട്ടുള്ള ഒരു സ്വാധീനം അത് മുജ്തബയുടെ നിർദ്ദേശം കാരണമാണ് എന്നുള്ള ഒരു അഭ്യൂഹങ്ങളാണുള്ളത്. മാത്രമല്ല, ഈ ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഒരു അഭിപ്രായ ഭിന്നതകളടക്കം അത് IRGCക്ക് ഒരു സ്വാധീനം ലഭിച്ചത് കാരണമാണ് എന്നതാണ് നിലവിൽ പരക്കെയുള്ള ഒരു ആക്ഷേപം. അത് കാരണം മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കൊന്നും തന്നെ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ പല തീവ്ര നിലപാടുകാരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് സ്പീക്കറായിട്ടുള്ള ഇപ്പോൾ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ കാലിബാഫ് ആണെങ്കിലും അതുപോലെ മറ്റ് നേതാക്കളാണെങ്കിലും അവർ IRGCക്ക് ഒപ്പം നിൽക്കുമ്പോൾ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ പോലെയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയെ പോലെയുള്ള നേതാക്കൾ മറ്റൊരു വശം നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു മുജ്തബയുടെ സ്വാധീനം കാരണമാണ് എന്നതാണ് ഒരു പരക്കെയുള്ള വിലയിരുത്തൽ. എന്തായാലും ഈ ചിത്രം പുറത്തു വന്നതിൽ എന്തായാലും ഇറാൻ വിശദീകരണം നൽകിയിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം ഗുരുതരമായ അവസ്ഥയിൽ ചികിത്സയിൽ തുടരുന്നു എന്നതാണ് വിവരം. അദ്ദേഹം ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാത്തതും അതുപോലെ തന്നെ നേരിട്ടുള്ള വീഡിയോ സന്ദേശങ്ങളൊന്നും പുറത്തു വരാത്തതും അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണെന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുന്നുണ്ട്. ഇപ്പോൾ US ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും മുജ്തബ കൊല്ലപ്പെട്ടു എന്നുള്ള യാതൊരു കുറിപ്പോ അല്ലെങ്കിൽ അവർ പോലും അത് സ്ഥിരീകരിക്കുന്നില്ല. സാധാരണ ഇത്തരം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ ഇസ്രായേലെങ്കിലും അത് വെളിപ്പെടുത്തുന്നതാണ്, സ്ഥിരീകരിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ എതിരാളികളുടെ ഭാഗത്തു നിന്ന് പോലും മുജ്തബ കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊന്നും വരാത്തതാണ് നിലവിൽ ഈ മുജ്തബ ജീവനോടെ ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.